ഹലോ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു ഫോൺ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇത് സാംസങ് ഗാലക്സി A34 5G. ഇതാണ് ഫോൺ. നത്തിങ് ഫോൺ, IQ Neo 7, Oppo Reno 8 തുടങ്ങിയവ അടക്കം പല ഫോണുകൾ ആകർഷകമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മേഖലയിലേക്ക് ലോകത്തിലെ മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാവ് സാംസങ് ഒരു പുതിയ മോഡൽ കൂടി അവതരിപ്പിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി A34 5G. ഇതിൽ സാംസങ് എന്തെങ്കിലും മാജിക് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗാലക്സി A34 5G ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഡിസൈനിൽ സാംസങ് പ്രകടിപ്പിച്ചിരിക്കുന്ന മിതത്വം. ഗാലക്സി S23 അനുസ്മരിപ്പിക്കുന്ന ഡിസൈനാണ് ഇതിന്. ഇത് S23+, ഇത് A34. ഇത് കണ്ടോ, രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഇതിന്റെ ഡിസൈൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെ S23 പോലെ തന്നെ 3 ക്യാമറകൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറ സിസ്റ്റം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ച അരോചകമായി തോന്നുന്ന ആളാണെങ്കിൽ ഗാലക്സി A34 5G ആകർഷകമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി ക്യാമറയുടെ സംരക്ഷണത്തിനായി ലോഹ വളയങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഫോൺ നോക്കുമ്പോൾ മനസ്സിലാകും. അത് ഫോണിന്റെ ഡിസൈൻ വളരെ ആകർഷകമാക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 6.6 ഇഞ്ച് വലിപ്പമുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണിത്. ഇതിന് കാര്യമായ കുറവുകളൊന്നും നമുക്ക് പറയാനില്ല. ഐഫോണുകൾക്ക് സ്ക്രീൻ വാങ്ങാൻ ആപ്പിൾ പോലും ആശ്രയിക്കുന്ന കമ്പനിയാണ് സാംസങ്. സ്വന്തമായി ഒരു ഫോൺ ഇറക്കുമ്പോൾ അത് മോശം വരാൻ വഴിയില്ലല്ലോ. സിനിമകൾ കാണാനും മറ്റും മികച്ച അനുഭവമാണ് ഡിസ്പ്ലേ നൽകുന്നത്. പിന്നെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് പോലും ടെക്സ്റ്റ് സുഖകരമായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 1080 പ്രോസസ്സറാണ് ഗാലക്സി A34 5Gക്ക് ശക്തി പകരുന്നത്. പ്രോസസ്സറിന്റെ മികവ് ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള അനായാസതയിൽ വ്യക്തമാണ്. റിവ്യൂ നടത്താനായി ഉപയോഗിച്ച സമയത്തൊന്നും ഇതിന് യാതൊരു തരത്തിലുള്ള വലിച്ചിലോ ഇഴച്ചിലോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറുകൾ മികച്ച ശബ്ദാനുഭവം നൽകുന്നുണ്ട്. 5Gയിൽ മികച്ച ഇന്റർനെറ്റ് സ്പീഡോടെ ഫോൺ പ്രവർത്തിക്കും. പരീക്ഷണാർത്ഥം നടത്തിയ കോളുകളൊന്നും കട്ടായി പോയിട്ടില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നില്ല. ആൻഡ്രോയിഡ് 13 കേന്ദ്രീകരിച്ചിറക്കിയ One UI 5.1 ആണ് ഗാലക്സി A34 5Gയിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ അനിമേഷനുകളുടെ അകമ്പടിയോടെ ആപ്പുകൾ പെട്ടെന്ന് ലോഡാകുന്നുണ്ട്. നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളും ഉണ്ട്. ഇനി ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ വിന്യസിച്ചിരിക്കുന്നത് 48 മെഗാപിക്സൽ പ്രധാന ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 5 മെഗാപിക്സൽ മാക്രോ എന്നീ ക്യാമറ മൊഡ്യൂളുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷും ഒപ്പമുണ്ട്. ഇതിൽ 48 മെഗാപിക്സൽ പ്രധാന ക്യാമറയുടെ പ്രകടനം വളരെ മികവുറ്റതാണ്. പോർട്രേറ്റ് മോഡിൽ കൂടുതൽ റിയലിസ്റ്റിക് ചിത്രങ്ങൾ ലഭിക്കുന്നു. അൾട്രാ വൈഡ് ക്യാമറ പ്രകാശമുള്ള ഇടങ്ങളിൽ നല്ല പ്രകടനം നടത്തുന്നു. സെൽഫി ക്യാമറയ്ക്ക് 13 മെഗാപിക്സലാണ് റെസല്യൂഷൻ. എല്ലാ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ എടുക്കാനും സാധിക്കും. അതാണ് ഇതിന്റെ ക്യാമറയെ കുറിച്ച് എടുത്തു പറയേണ്ട ചില സവിശേഷതകൾ. ഇനി ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാലക്സി A34 5Gക്ക് 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. ശരാശരി ഉപയോഗമാണെങ്കിൽ ഫുൾ ചാർജിൽ സുഖമായി ഒരു ദിവസം നമുക്ക് ഫോൺ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നിർത്താതെയുള്ള ഗെയിം കളിയും നിരന്തരമുള്ള സ്ട്രീമിംഗും ഒഴിവാക്കിയാൽ മികച്ച ബാറ്ററി ലൈഫ് ആണെന്ന് തന്നെ പറയാം. ചാർജിംഗ് സ്പീഡ് 25 വാട്ട്സ് ആണ്. താരതമ്യേന ഇത് കുറവാണെന്ന് തന്നെ പറയാം. ഗാലക്സി A34 5Gക്ക് 30,999 രൂപയാണ് വില. ഈ വിലയ്ക്ക് വാങ്ങാൻ ലഭിക്കുന്ന മികച്ച ഫോണുകളിൽ ഒന്ന് തന്നെയാണിത്. പ്രകടന മികവ്, ബാറ്ററി ലൈഫ്, മികച്ച പോർട്രേറ്റ് ക്യാമറ, മികച്ച ലുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോണിന്റെ മികവ് തെളിയിക്കുന്നു. 4 വർഷത്തേക്ക് OS അപ്ഡേറ്റ് ലഭിക്കുന്നതും കരുത്തുറ്റ പ്രകടനം, മികച്ച ക്യാമറ, നല്ല ബാറ്ററി ലൈഫ് ഇതൊക്കെ തന്നെ മതി ഗാലക്സി A34 5Gയെ പരിഗണിക്കാൻ. അപ്പൊ ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഗാലക്സി A34 5G നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്.